വെൽക്കം ടു മല്ലു ബൗട്ടിക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ക്രോക്കഡൈൽ ബാങ്കിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഈ ഒരു പ്ലേസ് ആരും മിസ് ചെയ്യരുത്. ചെന്നൈ വരുന്നവരൊക്കെയും ഈ ഒരു പ്ലേസ് മസ്റ്റായിട്ട് വാച്ച് ചെയ്തിരിക്കണം. അത്രയ്ക്കും ഇൻട്രസ്റ്റിങ്ങും ബ്യൂട്ടിഫുള്ളുമാണ് ഈ പ്ലേസ്. അപ്പോൾ നമ്മൾ ക്രോക്കഡൈൽ ബാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. എൻട്രൻസ് തന്നെ വളരെ മനോഹരമാണ്. ഇവിടുത്തെ എല്ലാ സെക്ഷനും അവർ മനോഹരമായിട്ട് നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടുമാണ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ പാമ്പിന് വേണ്ടി മാത്രം പ്രത്യേകം ഒരു സെക്ഷനുണ്ട്. പക്ഷേ നമുക്കവിടെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ എങ്ങനെയാണ് പാമ്പിൽ നിന്ന് വേനം എടുക്കുന്നത്, പാമ്പ് ബൈറ്റ് ചെയ്താൽ നമ്മൾ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ലൈവായിട്ട് കാണിക്കുകയും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്ത് ഭംഗിയല്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരിവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല കൂൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഇവിടെ. ഇത് നോക്കിയേ, മത്തി അടുക്കിയിട്ടിരിക്കുന്ന പോലെ ഉണ്ടല്ലേ. ഇതൊക്കെ എന്താണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ വിചാരിച്ചതെന്ന് വെച്ചാൽ സ്റ്റാച്ചു ഉണ്ടാക്കി വെച്ചേക്കാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും സ്റ്റാച്ചു അല്ല മക്കളെ, റിയൽ ആയിട്ടുള്ള മുതലകളാണ്. അവിടെയൊക്കെ പെട്ടുപോയ തീർന്നത് തന്നെ. കണ്ട അത് നോക്കിയേ, എന്തോരം മുതലകളാണ്. ഈ മുതലേ കണ്ടോ, ഇതിന് വാലില്ല. പ്രത്യേക തരം ഒരു മുതലല്ലേ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ സെക്ഷനിലെ മുതലകളെയും ഓരോരുത്തരും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് ആ സെക്ഷനിലുള്ള മുതലകൾക്കുള്ള ഫുഡിൻ്റെ എമൗണ്ടൊക്കെ കൊടുക്കുന്നത് ആ വ്യക്തികളായിരിക്കും. ഓരോ സെക്ഷനിലും ആരാണ് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഒരു ബോർഡിൽ അവിടെ മെൻഷൻ ചെയ്തിട്ടും ഉണ്ടാകും. കാണാൻ വരുന്ന നമുക്കും ചെറിയ രീതിയിൽ ഇവിടുത്തെ മുതലകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഞാൻ വലിയൊരു ആമയെ കണ്ടിട്ടോ. ഇതുവരെ ഇത്രയും വലിയൊരു ആമയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുവരെയും കണ്ടിട്ടില്ല. 2-3 ഉണ്ടായിരുന്നു ആ സെക്ഷനിൽ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടുത്തെ എൻട്രൻസ് ഫ്രീ മുതിർന്നവർക്ക് 100 രൂപയും 3 മുതൽ 10 വരെയുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് വരുന്നത്. ഇവിടെ വീക്കെൻഡിൽ വന്ന വിഷ്വൽ റിയാലിറ്റി ഷോയും നമുക്ക് കാണാൻ പറ്റും. ഞങ്ങളും ഇവിടെ വീക്കെൻഡ് ഡേയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് കാണാൻ പറ്റി. ഞാനിതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ ആവേശത്തിൽ കയറി. ബട്ട് ഭയങ്കരമായിരുന്നു ഇമേജൊക്കെ. വിഷ്വലൊക്കെ ഒത്തിരി പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. എന്നാലും കൊള്ളാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നു. പുതിയൊരു അനുഭവമായിരുന്നു. സൂപ്പർ. പക്ഷേ അത് വീക്കെൻഡ് സമയത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഹോളിഡേയ്സിൽ വന്നാൽ മാത്രമേ ആ ഒരു സെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.